ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന ടോപ്പിക്കാണ്. പേര് ഡിനോട്ട് ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് വേരിയബിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്. രണ്ട് വേരിയബിൾസിൻ്റെ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. രണ്ട് വേരിയബിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയും. ഡെൻസിറ്റിയെ ജോയിൻറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ PDF-നെ ജോയിൻറ്റ് PDF എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉള്ളതിൽ രണ്ടും ഡിസ്ക്രീറ്റ് ആയാൽ, എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് രണ്ടും ഡിസ്ക്രീറ്റ് ആയാലുള്ള കേസ്, ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പെയർ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Let x and y be two discrete random variables with ranges of variation Rx is equal to x1, x2, etc. and Ry is equal to y1, y2, y3, etc. respectively. The probability of the event capital X is equal to small x and capital Y is equal to small y, where x belongs to Rx and y belongs to Ry, is called the joint PDF of the variable pair xy and is denoted by Pxy or Fxy. The range of variation of ordered pair xy is the set of ordered pairs, set of all xy such that x belongs to Rx and y belongs to Ry. ഇതെന്താണ് നമുക്ക് നോക്കാം. എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്. രണ്ടും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. എക്സിൻ്റെ മാത്രം റേഞ്ച്, അതിന് ഞാൻ Rx എന്ന് ഡിനോട്ട് ചെയ്യുന്നു. x1, x2, etc. ആൻഡ് വൈയുടെ മാത്രം റേഞ്ചിനെ Ry എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇറ്റ് ഇസ് എ സെറ്റ് y1, y2, y3, etc. രണ്ടും ഇൻഫിനിറ്റ് ആണെങ്കിൽ കൂടി ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ, നമ്മൾ യൂണിവേരിയറ്റ് കേസിൽ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഓർ പി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്നും പി ഓഫ് എക്സ് എന്നും രണ്ടും ഡിനോട്ട് ചെയ്യും. ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഇത് യൂണിവേരിയറ്റ് കേസിലാണ്. അതേസമയം ഇവിടെ ബൈവേരിയറ്റ് കേസാണ്. എക്സും വൈയും റാൻഡം വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡെൻസിറ്റി ഫംഗ്ഷനെ നമ്മൾ എഫ് എക്സ് വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സും വൈയും ഉണ്ട്. അതുകൊണ്ട് എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു സ്മോൾ വൈ. എക്സിൻ്റെ വാല്യൂ സ്മോൾ എക്സും ആകണം, വൈയുടെ വാല്യൂ സ്മോൾ വൈയും ആകണം. ഇങ്ങനൊരു പ്രോബബിലിറ്റിയാണ് നമ്മുടെ എഫ് എക്സ് വൈ. ഇതിൽ സ്മോൾ എക്സ് എന്ന് പറയുന്നത് ആർ എക്സിലെ എലമെൻ്റ് ആയിരിക്കണം, സ്മോൾ വൈ ആർ വൈയിലെ എലമെൻ്റ് ആയിരിക്കണം. ആർ എക്സിലെ ഏതെങ്കിലും ഒരു എക്സിനും ആർ വൈയിലെ ഏതെങ്കിലും ഒരു വൈക്കും ഇത് പോസിബിൾ ആയാൽ പോരാ. ആർ എക്സിലെ എല്ലാ എക്സുകൾക്കും ആർ വൈയിലെ എല്ലാ വൈകൾക്കും ഇത് ഡിഫൈൻ ചെയ്തിരിക്കണം. അതായത് എല്ലാ ഓർഡേർഡ് പെയർ എക്സ് വൈക്കും ഇത് ഡിഫൈൻ ചെയ്തിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ആർ എക്സ് ഇങ്ങനെ എടുക്കുന്നു, സെറ്റ് 1, 2 ആൻഡ് ആർ വൈ സെറ്റ് 3, 4 എന്നെടുക്കുന്നു. രണ്ട് സിമ്പിൾ സെറ്റ്സ്. അപ്പോൾ പി ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്യപ്പെടേണ്ട വാല്യൂസ് ഇതൊക്കെയാണ്. എഫ് ഓഫ് 1, 3 ഡിഫൈൻ ചെയ്യണം. അതായത് പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 3 ഡിഫൈൻ ചെയ്യണം. എഫ് ഓഫ് 1, 4 ഡിഫൈൻ ചെയ്യണം. That is probability x equal to 1 and y equal to 4. Now f of 2, 3 define ചെയ്യണം. That is probability x is equal to 2 and y is equal to 3. Finally f of 2, 4 define ചെയ്യണം. That is probability x is equal to 2 and y is equal to 4. Some of them may be 0, but every pair should be defined. Probability for every pair should be defined. Okay. നമ്മൾ യൂണിവേരിയറ്റ് കേസിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുന്നത് ഇങ്ങനെയായിരുന്നു. എക്സ് പി ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂസ് ഇവിടെ എഴുതും, ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് പി ഓഫ് എക്സിൻ്റെ വാല്യൂസ് ഇവിടെ എഴുതും. പക്ഷേ ഇവിടെ എക്സിന് മാത്രമല്ല വൈക്കും വേരിയേഷൻ വരും. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ഫോമിൽ എഴുതാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും എക്സിനെയും വൈയെയും ചേഞ്ച് ചെയ്യിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എക്സിനും വൈക്കും വേരിയേഷൻ കൊടുത്തുകൊണ്ടാണ്
ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുന്നത്. അതായത് എക്സ് വേരിയേഷൻ ഇങ്ങോട്ടും വൈ വേരിയേഷൻ ഇങ്ങോട്ടും ഡിനോട്ട് ചെയ്യും. എന്നിട്ട് ഓരോ വേരിയേഷൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്ന ഭാഗത്ത് ഈ കോളത്തിനകത്താണ് പ്രോബബിലിറ്റി എഴുതുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ എക്സിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ എടുത്ത എക്സാമ്പിളിൽ എക്സിൻ്റെ റേഞ്ച് 1 2, വൈ 3 and 4. അപ്പോൾ 1ഉം 3ഉം കോയിൻസൈഡ് ചെയ്യുന്ന ഈ പോർഷനിൽ വരുന്നത് f(1) 3 ആയിരിക്കും. ഇവിടെ വരുന്നത് f(2) 3. അതായത് എക്സിൻ്റെ വാല്യൂ ആയിരിക്കും ആദ്യം. f(xy) എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ ആദ്യം വരണം. ഞാൻ ഇവിടെ f(1) 4, ഇവിടെ f(2) 4. ഇതിനകത്ത് വരുന്നത് പ്രോബബിലിറ്റീസ് ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ എഴുതുന്നത്. അടുത്തത് ജോയിൻറ്റ് PDF-ൻ്റെ ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി Pxy > 0. രണ്ടാമത്തെ പ്രോപ്പർട്ടി summation over x summation over y Pxy = 1. മൂന്നാമത്തെ പ്രോപ്പർട്ടി probability A x ≤ B, C y ≤ D is summation over x and y Pxy. ഇതെന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം യൂണിവേരിയേറ്റ് കേസിൽ ഇതിന് അനലോഗസ് ആയിട്ടുള്ള റിസൾട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ച ഒന്നായിരുന്നു f(x) > 0. f(x) അല്ലെങ്കിൽ p(x) > 0. അതായത് എല്ലാ പ്രോബബിലിറ്റീസും 0യേക്കാൾ വലുതോ 0യ്ക്ക് ഈക്വലോ ആയിരിക്കണം. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രോപ്പർട്ടി പ്രോബബിലിറ്റി xy > 0. രണ്ടാമത്തെ പ്രോപ്പർട്ടി summation over x summation over y Pxy = 1. ഇതിന് അനലോഗസ് ആയിട്ടൊരു റിസൾട്ട് നമ്മൾ യൂണിവേരിയേറ്റ് കേസിൽ പഠിച്ചിട്ടുള്ളത് summation over x Px = 1. അതായത് എല്ലാ പ്രോബബിലിറ്റീസും കൂടി സം ചെയ്താൽ 1 കിട്ടും. ഇവിടെയും അത് തന്നെയാണ്. എക്സിൻ്റെയും വൈയുടെയും എല്ലാ വാല്യൂസിൻ്റെയും കോമ്പിനേഷൻ എടുത്ത് പ്രോബബിലിറ്റി സം ചെയ്താൽ 1 കിട്ടും. നെക്സ്റ്റ് പ്രോപ്പർട്ടി probability of A < x < B, C < y < D is equal to summation over x summation over y Pxy. അതായത് എക്സ് എയ്ക്കും ബിക്കും ഇടയ്ക്കും വൈ സിക്കും ഡിക്കും ഇടയ്ക്ക് കിടക്കാനുള്ള പ്രോബിലിറ്റി, സൈമൾട്ടേനിയസ് ആയിട്ട് ഇത് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എക്സിൻ്റെ റേഞ്ച് എന്താണോ വൈയുടെ റേഞ്ച് എന്താണോ അതാത് റേഞ്ചുകളിൽ സമ്മേഷൻ, എന്നിട്ട് ആ പ്രോബബിലിറ്റി ടേംസിനെ സം ചെയ്താൽ മതി. ഇത് തന്നെ നമ്മൾ യൂണിവേരിയേറ്റ് കേസിൽ പഠിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി A < or x < B എന്ന് പറയുന്നത്, അതായത് എക്സ് എയ്ക്കും ബിക്കും ഇടയ്ക്ക് കിടക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എക്സിനെ എ മുതൽ ബി വരെ സം ചെയ്താൽ മതി. ഡെൻസിറ്റി കൊണ്ട് അല്ലെങ്കിൽ p(x) കൊണ്ട് അല്ല f(x) കൊണ്ട് സം ചെയ്താൽ മതി. f(x)നെ എയ്ക്കും ബിക്കും ഇടയ്ക്ക് സം ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ. ഇത് തന്നെയാണ് ഇവിടെയും. 2 വേരിയബിൾസ് ഉള്ളതുകൊണ്ട് സമ്മേഷൻ 2 എണ്ണത്തിന് കൊടുക്കണമെന്ന് മാത്രം. അടുത്തത് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ പഠിച്ചിട്ടുണ്ട്. അതിന് സിമിലറായിട്ട് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ബൈവേരിയേറ്റ് കേസിൽ ഇങ്ങനൊരു ഫംഗ്ഷൻ f(xy) = probability x < or x and y < or y, x and y belong to R, is called the joint distribution function of the pair xy. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ വരും. അതായത് യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റാൻഡം വേരിയബിൾ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f(x). റാൻഡം വേരിയബിൾ എക്സ് എന്നുള്ളത് ഇവിടെ ഡിനോട്ട് ചെയ്യും. f(x) = probability x < or x എന്ന്. അതിന് അനലോഗസ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് ഇത്. അതായത് ഇവിടെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ 2 റാൻഡം വേരിയബിൾസ് ഉണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അത് കോമൺലി എഴുതാറില്ല, എന്നാലും fxy of xy അങ്ങനെയാണ് പറയുന്നത്. അതായത് എക്സ് വൈ എന്ന് പറയുന്ന 2 റാൻഡം വേരിയബിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് എന്നുള്ള മീനിങ്ങിൽ. ഇതാണ് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് പെയർ xy. ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. യൂണിവേരിയേറ്റ് കേസിലുള്ളതുപോലെ തന്നെ ഇവിടെയും ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊന്നാമത്തേതാണ് f of -∞ - ∞ is equal to f of x minus ∞ is equal to f of -∞ y is equal to 0. ഇതെല്ലാത്തിൻ്റെയും വാല്യൂ 0 ആണ്. നമ്മൾ യൂണിവേരിയേറ്റ് കേസിൽ ഇങ്ങനെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്, f of -∞ is equal to 0.
എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 ആകാൻ കാരണം എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആയിരുന്നു. അതായത് എക്സ് മൈനസ് ഇൻഫിനിറ്റിയേക്കാളും ചെറുതായൊരു വാല്യൂ എടുക്കാനുള്ള പ്രോബിലിറ്റി. മൈനസ് ഇൻഫിനിറ്റിയേക്കാൾ താഴെ ഒരു വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ് ആൻഡ് പ്രോബിലിറ്റി ടേൺസ് ടു 0. ഇവിടെയും അതുപോലെ തന്നെ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി മീൻസ് ഡെഫിനിഷൻ അനുസരിച്ച് നമ്മളിവിടെ എഫ് എക്സ് വൈയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആൻഡ് y less than or equal to minus infinity. That is, x and y both become less than minus infinity. This is impossible. So, the probability becomes 0. അതുപോലെ ഇവിടെ f of x minus infinity എന്ന് പറയുന്നത് പ്രോബബിലിറ്റി x less than or equal to x ഇത് യൂസ് ചെയ്തിട്ടാണ് x less than or equal to x and y less than or equal to minus infinity. That is, these events should be happen simultaneously. X should be less than or equal to minus x and y should be less than or equal to minus infinity. Y മൈനസ് ഇൻഫിനിറ്റിയേക്കാൾ താഴെയാകുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ഹാപ്പൻ ചെയ്യുന്നതും ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് വാല്യൂ 0 ആകുന്നത്. നൗ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി y എന്ന് പറയുന്നത് മീനിങ് എഫ് ഓഫ് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. അതും ഇതേപോലെ തന്നെയാണ്. എക്സ് മൈനസ് ഇൻഫിനിറ്റിയേക്കാൾ സ്മോളർ ആവാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവൻറ്റ് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് സൈമൾട്ടേനിയസ് ഹാപ്പനിങ്ങിൻ്റെ പ്രോബബിലിറ്റി 0 ആവുന്നു. അടുത്ത പ്രോപ്പർട്ടി എഫ് ഓഫ് മൈനസ് എഫ് ഓഫ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 1. യൂണിവേരിയറ്റ് കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 1 ബിക്കോസ് എഫ് ഓഫ് ഇൻഫിനിറ്റി മീൻസ് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി മീൻസ് എക്സ് ടേക്സ് ഓൾ ഇറ്റ്സ് പോസിബിൾ വാല്യൂസ്. എക്സിൻ്റെ ഏതൊരു വാല്യൂ എടുത്താലും മൈനസ് ഇൻഫിനിറ്റിയേക്കാൾ ചെറുതായിരിക്കും. അതുകൊണ്ട് ഇത് എക്സിൻ്റെ എല്ലാ വാല്യൂസിൻ്റെയും പ്രോബബിലിറ്റി ആഡ് ചെയ്യുന്നതാണ്. അത് നമുക്കറിയാം. എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാ വാല്യൂസിൻ്റെയും പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ അത് 1 കിട്ടും. അങ്ങനെയാണ് എഫ് ഓഫ് ഇൻഫിനിറ്റി 1 ആവുന്നത്. ഇവിടെ ആണെങ്കിലോ എഫ് ഓഫ് ഇൻഫിനിറ്റി മീൻസ് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി അറ്റ് ദ സെയിം ടൈം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് എക്സ് ആൻഡ് ടേക്സ് all their possible values. So the probability will be 1. Next probability a less than x less than or equal to b, c less than y less than or equal to d is equal to f of bd minus f of ad minus f of bc plus f of ac. ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് ഇത്. നമുക്ക് വേറൊരു രീതിയിൽ പ്രൂവ് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി a less than x less than or equal to b, c less than y less than or equal to d എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് നോക്കാം. എക്സിൻ്റെയും വൈയുടെയും ഒരു ഗ്രാഫ് വരയ്ക്കാം. എക്സ് ആക്സിസ് വൈ ആക്സിസ്. എക്സ് എക്കും ബിക്കും ഇടയ്ക്കാകുക, അതായത് എയുടെ ബിയുടെ, ദാറ്റ് ഇസ് ഈ റീജിയൻ. നൗ y is between c and d, that is this region. ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് ഹാപ്പൻ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കോമൺ പോർഷൻ, അത് ഈ ഷെയ്ഡഡ് റീജിയൻ. ആക്ച്വലി നമുക്ക് വേണ്ടത് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ആക്ച്വലി നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ വലിയ റെക്റ്റാങ്കിളിൽ നിന്നും ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും മൈനസ് ചെയ്താൽ മതി. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം വരും. ഈ പോർഷൻ, ഞാൻ ഈ ഡോട്ട് ചെയ്തിരിക്കുന്ന പോർഷൻ 2 തവണ മൈനസ് ചെയ്തു പോകും. ഇതിൻ്റെ കൂടെയും വരും, ഇതിൻ്റെ കൂടെയും വരും. അത് വേണ്ട, ഒരു തവണ നമുക്ക് മൈനസ് ചെയ്താൽ മതി അത്. അതുകൊണ്ട് ആൻസറിൽ നിന്നും ആൻസറിൻ്റെ കൂടെ ഒരു തവണ ഇതിൻ്റെ ഏരിയ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഏരിയ അണ്ടർ ദ കർവ് ആണെന്ന് നമുക്കറിയാം. അതായത് ഏരിയ ഓഫ് ദിസ് ബിഗ്ഗർ റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിളിനെ നമുക്ക് പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ എഴുതാം? ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയെ പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, y less than or equal to d.
അതായത് വലിയ റെക്റ്റാങ്കിളുടെ ഏരിയ ആയി. അതിൽ നിന്ന് ഈ ചെറിയ റെക്റ്റാങ്കിളുടെ ഏരിയ മൈനസ് ചെയ്യണം. മൈനസ് ചെറിയ റെക്റ്റാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ബട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഈ ഏരിയ ആണ്. അപ്പോൾ വൈ സി വരെ പോകുന്നുള്ളൂ. അഗെയിൻ മൈനസ് ഈ റെക്റ്റാങ്കിളുടെ ഏരിയ പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. അതായത് വലിയ റെക്റ്റാങ്കിളുടെ ഏരിയയിൽ നിന്നും ഈ രണ്ട് സ്മോളർ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്ത് കഴിയും. അപ്പോൾ ഈ ഡോട്ടഡ് പോർഷൻ 2 തവണ മൈനസ് ചെയ്ത് പോയതുകൊണ്ട് ഒരു തവണ നമുക്കതിൻ്റെ ഏരിയ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, ബാലൻസ് ചെയ്യാൻ. ദാറ്റ് ഇസ് ഇതിൻ്റെ ഏരിയ ആഡ് ചെയ്യുന്നു. പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി വിച്ച് ഇസ് ഈക്വൽ ടു, ഈ പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോമ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്നെഴുതും. അങ്ങനെയാണെങ്കിൽ ഇതിനെ എഫ് ഓഫ് ബി ഡി എന്നെഴുതാം. മൈനസ് ഇതിനെ എഫ് ഓഫ് ബി സി എന്നെഴുതാം. ഇതിനെ എഫ് ഓഫ് എ ഡി എന്നെഴുതാം. പ്ലസ് എഫ് ഓഫ് എ സി. ഇങ്ങനെയാണ് മൂന്നാമത്തെ റിസൾട്ട് വരുന്നത്. ഇത്രയാണ് ബൈവേരി ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ റാൻഡം വേരിയബിൾസിൻ്റെ ഡിസ്ക്രീറ്റ് ആയ കേസിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.